അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ലിസാനുൽ ഖുർആന്റെ പരീക്ഷയാണ്. ആദ്യത്തെ 3 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഈ വീഡിയോയിൽ മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും പിന്നെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടത്. എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. തയ്യാറെടുപ്പ് എടുക്കാത്തവര് പെട്ടെന്ന് തന്നെ തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. പരീക്ഷയ്ക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ നിങ്ങളെപ്പോലെ ഈ വീഡിയോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതാണ് ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നമുക്ക് മോഡൽ ചോദ്യപേപ്പർ കാണാം. ഒന്നാമത്തത്, ഈ കള്ളിയിൽ കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം എടുത്ത് എഴുതുക എന്നുള്ളതാണ്. നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്ത് എഴുതുക. 1. അൽ ആശുറു മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിൽ നിന്ന് 10ാമത്തെ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അതെവിടെ കൊടുത്തിരിക്കുന്നത്? എല്ലാവരും പേജ് നമ്പർ 15 മറിക്കും. 15ാമത്തെ പേജില് ഒരുപാട് കോളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ കോളം ശരിക്കും പഠിക്കണം. അതിൽ നിന്നുള്ള ചോദ്യമാണ് അൽ ആശുറു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസത്തിന് പറയുന്ന പേരെന്താണ്? ഈദുൽ അദ്ഹ, യൗമ ഈദുൽ അദ്ഹ. അതാണ് ശരിയായ ഉത്തരം. അപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് ഈ കോളത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ആയിരിക്കും ചോദിക്കാം. അൽ അയ്യാമൽ ഷുഹൂർ, അതുപോലത്തെ അത് അയ്യാമ ഷുഹൂർ, അതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അസാനി അഷറ റബീഉൽ അവ്വൽ, മീലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ 15ാമത്തെ പേജില് 1ാമത്തെ കോളം 2ാമത്തെ കോളം നന്നായിട്ട് പഠിക്കണം. ഈ 2ാമത്തെ ചോദ്യം അഹദ അഷറ. അഹദ അഷറ എന്ന് പറഞ്ഞാല് അതിന് പേജ് നമ്പർ 14ലേക്ക് നോക്കുക. 1 മുതൽ 15 വരെ എണ്ണം പഠിക്കുന്നുണ്ട്. ആ എണ്ണൽ സംഖ്യകൾ അറബിയിൽ പഠിക്കണം. അഹദ അഷറ 11 എന്താ പറയാ? അഹദ അഷറ എന്ന് പറഞ്ഞാൽ 11. അപ്പൊ 11 രണ്ടിന്റെ ഉത്തരം. 3 റാബിഉ അഷറ. റാബിഉ അഷറ എന്ന് പറഞ്ഞാല് എന്താണ്? റാബിഉ അഷറ എന്ന് പറഞ്ഞാൽ 14ാമത്തെ എന്നാണ്. അതിനാൽ രണ്ടും മാറിപ്പോരുത്. അറബ അഷറ 14, റാബിഉ അഷറ 14ാമത്തെ. അപ്പൊ അതിന്റെ ആൻസർ 14ാമത്തെ. അൽ ഹാദി അഷറ. ഹാദി അഷറ എന്ന് പറഞ്ഞാല് 11ാമത്തെ എന്നാണ് അതിന്റെ ഉത്തരം. അതും 14ാം പേജിലുണ്ട്. 4 ഹാദി അഷറ 11. 5 തിസ്അത്തുൻ, തിസ്അത്തുൻ 9. അതും പേജ് നമ്പർ 14ലുണ്ട്. 5 തിസ്അത്തുൻ 6 താസി. താസി എന്ന് പറഞ്ഞാൽ 9ാമത്തെ. അതും നമ്മുടെ 14ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 15 വരെ എണ്ണൽ അറബിയിൽ പഠിക്കാം. പിന്നെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ഇങ്ങനെ 15ാമത്തെ അതുവരെ എങ്ങനെ അറബിയിൽ പറയുന്നതും അത് നന്നായിട്ട് പഠിക്കുക. 14ഉം 15ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. ഇനി 2ാമത്തെ ടൈപ്പ് ചോദ്യം മുളാരിയായ ഫീലിനെ കുറിച്ചിട്ട്. 2ാമത്തെ ടൈപ്പ് ചോദ്യം മൊത്തം വന്നിരിക്കുന്നത് 3 ചോദ്യം 10ാം പേജിൽ നിന്നും 2 ചോദ്യം 11ാം പേജാണ്. 10ാമത്തെ പേജ് മറിക്കാം. 10ാമത്തെ പേജ്, ആ പേജിൽ കുറെ മുളാരിയായ ഫീല്
കൊടുത്തുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൽ ബിൻതാനി, രണ്ട് പെൺകുട്ടികൾ. തെജിലിസാനി എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. റിജാലു, പുരുഷന്മാർ. അവിടെ എൽ അബൂന എന്ന് കൊടുക്കണം. പിന്നെ അൽ ഉസ്താദു മദ്രസത്തി. ഇവിടെ മൂന്നും വന്നിരിക്കുന്ന 10ാം പേജിൽ നിന്നാണ്. ഇനി പിന്നെ രണ്ടെണ്ണം ചോദിച്ചത് 11ാം പേജിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. യൗമൈദിൻ 11ാം പേജിൽ കൊടുത്തിരിക്കുന്ന ഈ ഖുർആൻ ആയത്തുകൾ, അതിന് ചോദ്യം വന്നിട്ടുണ്ട്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബറഹ വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീൻ. അപ്പൊ ഈ ഖുർആൻ ആയത്തുകൾ വായിച്ചിട്ട് പോകണം. അതിൽ നിന്നും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് 11ാമത്തെ പേജിൽ. പിന്നെ അടുത്ത ചോദ്യം നക്തുൽ ജംഅ എഴുതുക. അത് 7ാമത്തെ പേജാണ്. എല്ലാവരും പേജ് നമ്പർ 7 മറിക്കൂ. 7. ഇവിടെ മുഫ്രദ് ജംഅ, ഏകവചനം ബഹുവചനം കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം. അതിന് ചോദ്യം വരുന്നുണ്ട്. കഫസ് ജംഅ അക്ഫാസ്, തൊയ്ർ ജംഅ തൊയ്യൂർ, ഹയവാന് ജംഅ ഹയവാനാത്ത്, ഷജർ ജംഅ അസ്ജാർ, ഹദീഖത്ത് ജംഅ ഹദായിഖ്, ഇബ്നു ജംഅ അബ്നാഉൻ. ഈ എല്ലാ ജമ്മും ചോദിച്ചിരിക്കുന്നത് 7 പേജ് നമ്പർ 7 നിന്നാണ്. അപ്പൊ 7ൽ മുഫ്രദ് ജമ്മു നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ജറിന്റെ അക്ഷരം എടുത്ത് പൂരിപ്പിക്കുക എന്നല്ല. ജറിന്റെ അക്ഷരം നമ്മൾ പഠിച്ചിരിക്കുന്നത് 1ാമത്തെ പാഠത്തിലാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ 1ാം പാഠത്തിന് മുമ്പിൽ ഒരു ദുആ ഉണ്ട്. ആ ദുആ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതല്ല. പിന്നീട് 1ാം പാഠത്തിൽ നോക്കും. 1ാം പാഠത്തിൽ നമ്മൾ ജറിന്റെ അക്ഷരം പഠിച്ചു. ഈ ജറിന്റെ അക്ഷരം പഠിച്ചതിൽ 6ാമത്തെ പേജ് മറിക്കും. ഈ 6ാമത്തെ പേജ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അൽ അസദു ഫിൽ ഹദീഖത്തി കുല്ലുഹാ മിൻ അജായിബ് ഖൽഖില്ലാഹി ദഅബ സിനാനുൻ ലിസിയാറത്തിൽ ഹദീഖത്തി ബയ്യനൽ വാലിദു ലിബ്നിഹി ഡാഷ് അശ്ശജറത്തി ബബ്ആഉൻ അല ശജറത്തി ബബ്ആഉൻ. പിന്നെ വന്നിരിക്കുന്ന ഇത്രയുമാണ്. ഈ ചോദ്യം മൊത്തം വന്നിരിക്കുന്നത് 6ാമത്തെ പേജിൽ നിന്ന്. അപ്പൊ 6ാമത്തെ പേജിലെ ഓരോ ഉദാഹരണങ്ങൾ വായിക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് അതിന് താഴെ കൊടുത്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്നും ചോദ്യം വരാം. ഇനി 5ാമത്തത് നമ്മള് മുലാരിയ ഫീലിനെ സർഫാക്കാനുള്ള ചോദ്യമാണ്. അത് വന്നിരിക്കുന്നത് 9ാമത്തെ പേജ് മറിക്കും. എല്ലാവരും 9ാമത്തെ പേജ് എടുക്കും. 9ാമത്തെ പേജില് സെൻട്രലില് സർഫാക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സർഫാക്കാനുള്ളത് ഈ 2-3 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണം മൊത്തം വായിച്ച് പഠിക്കേണ്ടതാണ്. പിന്നെ അവസാനത്തെ ചോദ്യം, 6ാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അർത്ഥം കൊടുത്തിട്ട് അതിന്റെ അറബി നിങ്ങൾ എഴുതുക. പെൺകുട്ടികൾ മടങ്ങുന്നു. പെൺകുട്ടികൾ മടങ്ങുന്നു എന്നുള്ള പേജ് നമ്പർ 10 എന്നുള്ള ചോദ്യം. പേജ് നമ്പർ 10 വജീബ് അറബി ആക്കാൻ ഇവിടെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 സെന്റൻസിന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ചോദിച്ചിരുന്നു പെൺകുട്ടികൾ മടങ്ങുന്നു എന്നുള്ളതാണ്. അതിന് അൽ ബനാത്തു യർജിഉന എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ഈ 4 വരിയുടെയും അറബി ഒന്ന് പരിശോധിക്കാം. എഴുതാത്തവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതാത്തവര് അത് എഴുതി പഠിക്കണം. സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. 1ാമത്തെ ചോദ്യം പേജ് നമ്പർ 10 നോക്കുക. വിദ്യാർത്ഥി പോകുന്നു. ഇത് അബു താലിബ്. 2 പെൺകുട്ടികൾ കളിക്കുന്നു. അൽ ബിൻതാനി തൽ അബാനി. അൽ ബനാത്തു യർജീന, പെൺകുട്ടികൾ മടങ്ങുന്നു. അൽ വലദ, പിന്നെ 2 ആൺകുട്ടികൾ എഴുതുന്നു. അൽ വലദാനി യക്തുബാനി. ഈ 4 സെന്റൻസ് നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ രീതിയിലാണ് നാളത്തെ പരീക്ഷ ഉണ്ടാവുക. നന്നായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഈ പേജ് നമ്പറുകളിലുള്ള ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ നന്നായിട്ട് പാഠം വായിച്ചിട്ട് പോവാ പരീക്ഷക്ക്.
അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മടിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.